കരുതുന്നവൻ യേശുവല്ലയോ, കലങ്ങുകയില്ലിനി ഞാൻ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ലവരെന്നെ. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. ഈ ലോകത്തിലെ പ്രഭുവായ പിശാചുമായിട്ടുള്ള ഒരു പോരാട്ടം. പലപ്പോഴും ഈ പോരാട്ടത്തിൽ ചില ദിവസങ്ങളിൽ നമ്മൾ തോറ്റുപോകാറുണ്ട്. തോറ്റുപോകുമെന്ന് നമുക്ക് തോന്നാറുമുണ്ട്. ക്രിസ്തീയ ജീവിതം വിജയമാക്കുവാൻ നമുക്ക് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ പിശാചുമായിട്ടൊരു വടംവലി നടത്തുകയാണെങ്കിൽ, നമ്മൾ വടം വലിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ 5 വിരലുകളും ഒരുമിച്ച് ചേർത്ത് ഇങ്ങോട്ട് വലിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ശത്രുവായ പിശാച് പലപ്പോഴും വിജയിക്കും. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിലെ 5 കാര്യങ്ങൾ. നമുക്ക് വിജയിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, യേശുവിനെ ക്ഷണിക്കുന്നവരായിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും യേശുവിനെ ക്ഷണിക്കുന്നവരായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാനാവിലെ കല്യാണം. ആ കല്യാണ വീട്ടിൽ യേശു കർത്താവ് പോയി. എന്തുകൊണ്ട് യേശു കർത്താവ് പോയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വളരെ എളുപ്പമാണ്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. ക്ഷണിച്ചതുകൊണ്ടാണ് കർത്താവ് ആ വീട്ടിൽ പോയത്. അതുകൊണ്ട് യേശുവിനെ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന മുറികളിൽ യേശുവിനെ ക്ഷണിക്കുന്നവരാകണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് കടന്നു വരും. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ കർത്താവ് വരുവാൻ തയ്യാറായി നിൽക്കുകയാണ്, വാതിലിൽ മുട്ടുകയാണ്. നമ്മുടെ ജോലിയാണ് ആ വാതിൽ തുറന്ന് കർത്താവിനെ ക്ഷണിക്കുക എന്നുള്ളത്. 2-3 പ്രാവശ്യം വിളിച്ചു, തട്ടി നോക്കി, വാതിൽ തുറന്നില്ല എന്ന് പറഞ്ഞ് കതക് ചവിട്ടിപ്പൊളിച്ച് വരുന്ന ഒരു വ്യക്തിയല്ല, മാന്യനായ ഒരു വ്യക്തിയാണ്. ക്ഷണിച്ചാൽ മാത്രമേ കർത്താവ് വരികയുള്ളൂ. യേശുവിനെ എങ്ങനെ നമുക്ക് ക്ഷണിക്കാം? ഉത്തരം വളരെ ലളിതമാണ്. വായ് തുറന്ന് നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ, ഇന്നത്തെ എൻ്റെ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അങ്ങ് വരണമേ. അതുപോലെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുവാണ്, കർത്താവേ, ഞാൻ യാത്ര തിരിക്കുവാണ്. ഒരുപാട് അപകടങ്ങളുള്ള ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഇരിക്കണമേ, അങ്ങേ ഞാൻ ക്ഷണിക്കുകയാണ്. അങ്ങനെ കർത്താവിനെ വിളിക്കുകയാണെങ്കിൽ, ക്ഷണിക്കുകയാണെങ്കിൽ ഈ കർത്താവ് നമ്മുടെ കൂടെ വരിക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിത ശൈലികളെ നമുക്ക് മാറ്റാം. യേശുവിനെ ക്ഷണിക്കുന്നവരായി, അനുഗ്രഹം പ്രാപിക്കുന്നവരായി, അങ്ങനെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.